ശബരിമല തീർത്ഥാടകർക്ക് പരമ്പരാഗത കാനനപാത തുറന്നു. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് അഴുത വഴി കാനനപാതയിലൂടെ ഭക്തരെ കടത്തിവിടുക. വനം വകുപ്പ് അധികൃതരുടെ സുരക്ഷയിലാണ് യാത്ര. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല നട തുറന്നതോടെ ഇന്ന് രാവിലെ മുതലാണ് കാനനപാത തുറന്നു കൊടുത്തത്. അഴുതയിൽ നിന്ന് അയ്യപ്പന്മാരെ രാവിലെ 7 മണിയോടുകൂടി ഫോറസ്റ്റ് അധികൃതർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഗാർഡുകളും എലിഫന്റ് ഗാർഡുകളും അതുപോലെ തന്നെ എക്കോ സ്ക്വാഡും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വഴിയൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം അയ്യപ്പ ഭക്തരെ വരുന്ന മുറയ്ക്ക് എല്ലാം കയറ്റിവിടുന്നുണ്ട്. 2:30 വരെയാണ് അഴുത വഴിയിലൂടെയുള്ള അയ്യപ്പ ഭക്തരെ കയറ്റിവിടുന്നത്. അവർ ഇപ്പോൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് ഏതാണ്ട് 8 ഇടങ്ങളിലാണ് ഇടത്താവളങ്ങളായി സജ്ജമാക്കിയിട്ടുള്ളത്. അവിടെയും എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. മലയാളികളാണോ? എവിടെ നിന്നാണ് വരുന്നത്? വൈക്കത്ത്. എപ്പോൾ തുടങ്ങിയ കാനനപാതയിലുള്ള? ഇന്ന് രാവിലെ തുടങ്ങി. എന്താണ് ഇതിലൂടെ നടന്നു വരുമ്പോഴുള്ള ഒരു അനുഭൂതി എങ്ങനെയാണ്? നല്ല അനുഭൂതി തന്നെയാണ്. എല്ലാ വർഷവും ഞങ്ങൾ നടന്നാണ് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് ഈ കാതായിട്ടുള്ള യാത്ര? അയ്യപ്പ ശരണം, ഭഗവതി ശരണം, ഭഗവതിയേ ദേവിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ അയ്യപ്പ. ശരണമന്ത്രങ്ങളുമായി ഓരോ അയ്യപ്പന്മാരും കാനനപാതയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവിധത്തിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നു. 2:30 വരെയാണ് അഴുതയിൽ നിന്ന് ഉള്ളിലേക്കുള്ള കടത്തിവിടൽ. കാരണം സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം തന്നെ സജ്ജമാക്കി കരുതിക്കൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 2:30-ക്ക് ഈ ഗേറ്റ് അടയ്ക്കും. കാരണം 2:30-ക്ക് ശേഷം കടത്തിവിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു താവളത്തിലേക്ക് ഇരുട്ടും മുമ്പേ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മോശമാകും മുമ്പേ എത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് 2:30 വരെ ഈ അഴുത വഴിയുള്ള ഭക്തരുടെ കാനനപാതയിലേക്കുള്ള കടത്തിവിടൽ നിജപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനടക്കം കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. അതിന് പകരം സംവിധാനങ്ങളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അയ്യപ്പന്മാർ കാനനപാത ഉപയോഗിച്ചു തുടങ്ങി. വൈകാതെ തന്നെ കാനനപാതയിലൂടെ എത്തുന്ന അയ്യപ്പന്മാർ പമ്പയിൽ എത്തിച്ചേരും, ഇടത്താവളങ്ങളിൽ എത്തിച്ചേരും. ഇടത്താവളങ്ങളിൽ എല്ലാ സജ്ജീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വിവിധ ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും എല്ലാം പൂർണ്ണമായി സജ്ജമായിട്ട് തന്നെ കാനനപാതയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ ഫോറസ്റ്റ് അധികൃതരും മറ്റധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അയ്യപ്പന്മാരുടെ കാനനപാതയിലൂടെയുള്ള മലകയറ്റം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.